ഹായ് നമസ്കാരം. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇന്നുള്ളത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിക്കകത്തുള്ള ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ അകത്ത് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല, ഒരിക്കൽ പോലും ഇതിനകത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഫയർ വർക്ക്സ് 9:30-ക്കാണ്. കുറച്ച് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് കൊള്ളാം. നമ്മളിപ്പോൾ ഇത് വീട്ടിലൊന്നും സെറ്റ് ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ട് എന്തായാലും ഇവിടെ ഉള്ളത് കൊണ്ട് പതുക്കെ ആടിപ്പാടി വരുന്നുണ്ടാ വരുന്നുണ്ടേ. അങ്ങനെ അവർ നടക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ, കണ്ടില്ലേ? ഇതിനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ക്രിസ്മസിനായിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉള്ള ഭയങ്കരമായ ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. സൂര്യ ഒന്നിങ്ങോട്ട് നോക്കിയേ. ഒരു ക്ലിക്ക് ഈ ബൂം ബാ കണ്ട. ഇത് നല്ല രസമില്ലേ? ഇത് മേക്ക് ചെയ്തിരിക്കുന്ന നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടാ. കണ്ടാ, ഇത് ഇവരിങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. ഇവൻ എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും ഹായ് പറയണം. എത്ര കൈയുള്ള ചാരു എത്ര കൈയുണ്ട്? 2, 3, 4, 5, 6 കൈ. അടിപൊളി. നമുക്ക് അങ്ങോട്ട് പോവാം. സംഭവമല്ലേ? എങ്ങനെയുണ്ട്? പക്ഷെ ഇതൊക്കെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്? അല്ല, ഇനിയും നിങ്ങളൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട്, ചെയ്യണം കേട്ടോ. ശരിക്കും 2 കൈയിൻ്റെ ഹോളിൽ കൈയിട്ടിട്ട് പുറത്തേക്ക് നിൽക്കണ്ട, പക്ഷെ അവന് പറ്റില്ല. പക്ഷെ എനിക്കൊന്ന് ചാരുവിന് അങ്ങനെ ശരിക്കും നിൽക്കാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കൈ പുറത്തിട്ടേ കണ്ട. ഇങ്ങനെ കൈ പുറത്തിട്ടിട്ട് ഇങ്ങനെ നല്ല വയറുള്ളൊരു സാൻഡി ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ട, നല്ല രസമല്ലേ? ഹായ് 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 ഹായ്. ഇരിക്കുന്നുണ്ട്. ഹായ്. അവൻ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടല്ലേ? നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. ഹായ് മക്കളെ. ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല എന്ന് പറയേണ്ട അതാണ്. ഫെസ്റ്റിവൽ സിറ്റി എനിക്ക് കണ്ടില്ല എന്ന് പറയണ്ട. ഹായ് കശ്മി. ഹായ്. സൂര്യനുണ്ട് ഇവിടെ. ഹായ്. ചാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഇവിടെ കുറച്ച് സമയം കഴിയുമ്പോൾ ഫയർ വർക്ക്സ് തുടങ്ങും. നമുക്ക് അങ്ങ് ദൂരെ ബുർജ് ഖലീഫാണ് കേട്ടോ. അതാ ബുർജ് ഖലീഫ കണ്ടില്ലെന്ന് പറയുന്നത് അതാണ്. അതേപോലെ ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീയും കൂടി ഉണ്ട് കേട്ടോ, വലിയതാണ്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതല്ലേ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി. ഞാൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ കണ്ടില്ലേ, ജനസമുദ്രമാണ് മക്കളെ. ഭയങ്കര ആൾക്കാരാണ്, ഭയങ്കര തിരക്കാണ്. ഗേറ്റ് ഓപ്പൺ ആയി എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് നമ്മളങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എന്തായാലും എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ പോയി തന്നെ നോക്കാം. നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ രാത്രി കറക്റ്റായിട്ട് പറഞ്ഞ 8:20 ആയിട്ടുള്ള 9:30-ക്കാണ് വെടിക്കെട്ടുള്ളത്. അതിന് മുമ്പേ നമുക്കുള്ളിൽ കയറാൻ പറ്റുമായിരിക്കും. ഇത് കണ്ടില്ലേ, നല്ല രസമുള്ള കാഴ്ചയാണ്. ആളുകളിങ്ങനെ ഒഴുകി വരുന്നത് അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മളങ്ങനെ ഈ ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് എത്താറായി സുഹൃത്തുക്കളെ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കരകൗശല വിദ്യകൾ ഒരുപാട് അങ്ങനെ നമുക്ക് പറയുന്ന പോലെ ഉണ്ടാക്കിത്തരുമൊക്കെ ചെയ്യും. നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞ് ക്രിസ്മസ് ട്രീകളുണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കാം. വലിയ ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട്. നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. കണ്ട, അടിപൊളിയല്ലേ? ചാരുണ്ടേ താഴെ, ചാരുണ്ട്, സൂര്യനും ഉണ്ട്. അടിപൊളിയാ. പൊണ്ടാട്ടിയും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ കൂടി ആ ഫ്രെയിമിൽ വേണ്ടേ? കൂടി ആ ഫ്രെയിമിലേക്ക് വന്നു. ഇതാ ഇവിടെ ഇവർ വേറെ ഫോട്ടോ എടുക്കല. ഇവിടെ 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 അപ്പൊ ഓക്കെ. ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും സ്നോ വീഴുന്ന പോലെ തന്നെയില്ലേ? പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയുള്ളൂ. പക്ഷെ എന്ത് ഭംഗിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് നോക്കിയാൽ. വീഴുന്നു. പിന്നെതാ കണ്ടാ, നല്ല രസമില്ലേ? പിന്നെതാ
പുൽക്കൂടുണ്ട് അപ്പുറത്ത്, നമുക്ക് അത് കാണാൻ പോകും. അപ്പുറത്തേക്ക് കൂടി ഫയർ വർക്ക്സ് കാണാൻ വന്നതാണ് നമ്മൾ. പക്ഷേ എങ്കിൽ അപ്പോഴാണ് ഇങ്ങനെ വന്നത്. ഇന്നത്തെ വെതർ അത്ര മോശമായതുകൊണ്ട് ഫയർ വർക്ക്സ് ഇല്ല എന്നുള്ളത് ദുഃഖകരമായി നമ്മൾ അറിഞ്ഞു. നമ്മളങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. കാട്ടിലൊക്കെ പോയൊരു ഫീലില്ലേ. ഇവിടെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ എസ്കലേറ്റർ ഉണ്ട് തൊട്ടിപ്പുറത്ത്, അവിടെ തന്നെയാണ്. രണ്ടും കൂടി കളിക്കുന്നുണ്ട് അവിടുന്ന്. വാ പോവാം. നമ്മളപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു തിരിച്ചു പോവാണ് ഗൈസ്. കാരണം എന്താ അറിയോ, ഇന്ന് ഫയർ വർക്ക്സ് ഉണ്ടായിട്ടില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ദിവസം ഫയർ വർക്ക്സിന് വരുന്ന ദിവസം ഞാൻ ആ വീഡിയോ എടുക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് തിരിച്ചു പോവാണ്.